റഫേൽ ഇടപാടുകളെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം അതിന്റെ പ്രകാശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞിരിക്കുന്നു. കൂടാതെ ആ പുസ്തകങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കസ്റ്റഡിയിലും എടുത്തു. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ് ഈ വിഷയത്തിന്റെ സാധ്യതകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് ദിശയിലാണ്, ആർക്കൊപ്പമാണ് എന്ന സംശയം ഉയരുന്നുണ്ടോ എന്ന് PM മനോജ് ദേശാഭിമാനി, ഒപ്പം പുരുഷോത്തമൻ BJP നേതാവ്, PS സലീം കോൺഗ്രസിന്റെ നേതാവ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ A സജീവനും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം BJP നേതാവ് പുരുഷോത്തമനിലേക്ക് പോവുകയാണ്. പുരുഷോത്തമൻ, റഫേൽ ദ സ്കാം ദാറ്റ് റോക്ക് ദ നേഷൻ എന്നാണ് പുസ്തകം. ഈ പുസ്തകം എൻറാമിന്റേതുമല്ല. എൻറാം വെളിപ്പെടുത്തിയ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന S വിജയൻ എന്ന എഴുത്തുകാരന്റെ പുസ്തകം. ഈ പുസ്തകത്തിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് പുരുഷോത്തമൻ മുന്നോട്ട് പോകാനാവുക? അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രമേൽ കർശനമായി സ്വീകരിക്കേണ്ട ചില നടപടികൾ ഇതിനോടകം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? വളരെ നിഷ്പക്ഷമായി ഇതിനുള്ളിൽ രാഷ്ട്രീയമില്ല എന്ന് ഒരു ആശങ്കയും സാധാരണക്കാരന് വേണ്ട എന്ന് BJPക്ക് പറയാൻ കഴിയുമോ പുരുഷോത്തമൻ? തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇത് ആരെഴുതിയാലും രാമിൻ്റെ തലയിൽ ഉദിച്ച സാധനമാണ്. രാമിന് രാമിൻ്റേതായ ഒരു അജണ്ടയുണ്ട്. അത് രാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾ എന്താ എഴുതിയിരിക്കുന്നത്, എന്താ എഴുതുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവും. രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് രാം. ഹിന്ദുവിൻ്റെ ഇന്നത്തെ അവസ്ഥ, പണ്ടൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഹിന്ദു വായിച്ചാൽ മതിയായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ മാറിയിട്ട് ഇന്ന് ഹിന്ദുവിൻ്റെ അവസ്ഥ കണ്ടാൽ ആകപ്പാടെ മെലിഞ്ഞു തൊലിഞ്ഞ് ഒന്നുമില്ലാതെ 1-2 പേജ് ഉള്ള മാത്രമായിട്ടൊരു അവസ്ഥയിലാണ്. ഒരു സംശയം ചോദിക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകപ്പെടേണ്ട വിഷയങ്ങളല്ലേ അഴിമതി, അതുപോലെ ഭരണകൂടത്തിന്റെ നിലപാടില്ലായ്മ, ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഒരു പുസ്തകം അതെന്തുമായിക്കൊള്ളട്ടെ, എൻറാമിന്റെ ഇതുവരെയുള്ള ചരിത്രവും നമുക്ക് പിന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഏറ്റവും അധികം രാജ്യം പരിശോധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വലിയ അഴിമതി, അതിൽ നിന്നൊക്കെ മാറി മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ സാധാരണക്കാരന്റെ ഇടയിലേക്ക് തള്ളിയിറക്കാനുള്ള ചില നമ്പറുകൾ അതെല്ലാ കാലത്തിലും ഭരണകൂടം ഇറക്കിയിട്ടുള്ളതാണ്. ആ ദിശയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഒരു പുസ്തകമൊക്കെ ജനാധിപത്യ സമൂഹത്തിൽ നിന്ന്, അതും കസ്റ്റഡിയിലൊക്കെ എടുത്തുകൊണ്ടുപോവുക, പ്രകാശനം നിഷേധിക്കുക എന്നൊക്കെ പറയുന്നതിനെ ഒരു ആശങ്കയോടെ നോക്കേണ്ടതില്ലേ? സാക്ഷി മഹാരാജൊക്കെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി മോദി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇനി ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ ആശങ്ക കുറച്ചുകൂടി വിഷമകരമാവുന്നത് പുരുഷോത്തമൻ. നമ്മുടെ മുമ്പിലാണ് കണ്ണയ്യ കുമാറിനെ ആന്റി നാഷണൽ ആയിട്ടുള്ള ജാനുവരിയിൽ സംസാരിച്ചു പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് കോടതി എന്താണ് ഇത്ര ഇപ്പൊ തന്നെ ഏതെങ്കിലും കൃത്യമല്ല താങ്കളുടെ മറുപടികൾ. ഇത്ര പെട്ടെന്ന് കേസെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ കേസെടുത്തതെന്നൊക്കെ കോടതി ചോദിച്ചു. അതൊക്കെ എല്ലാം പറയേണ്ടി വരും. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നിന്ന് സംസാരിക്കാം പുരുഷോത്തമൻ. ഇങ്ങനെ ഒരു പുസ്തകം ബാൻ ചെയ്യുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അങ്ങനെയെങ്കിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞല്ലോ ഇന്ത്യയുടെ സൈന്യം മോദി സേനയാണെന്ന് പറയേണ്ടതിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ അതിനെക്കുറിച്ചും നടപടി ഉണ്ടാകേണ്ടേ? അതും പരിശോധിക്കപ്പെടണ്ടേ? അത് ഇലക്ഷൻ കമ്മീഷൻ നോക്കുമല്ലോ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പം ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവാണ്. ആ പുസ്തകം എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കേന്ദ്രത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷണം പോയതാണെന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ. അതാണോ കാരണം? എന്റെ അഭിപ്രായത്തിൽ രാമിനെ അറസ്റ്റ് ജയിലിലാക്കേണ്ടതാണ്. അതും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ അഭിപ്രായം. കള്ളനാണ്. കള്ളൻ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നിരുന്നാലും കള്ളത്തരം കാണിച്ച് ഡിഫൻസ് മിനിസ്ട്രിയിൽ ഇത് ഇടപെട്ട് ഞാൻ പത്രക്കാരനാണ് എന്ന് പറഞ്ഞ രീതിയിലാണ്. പത്രക്കാർക്ക് കിട്ടുന്ന വാർത്ത രഹസ്യം, ഇത് പറയാൻ പാടില്ല എന്നൊരു വകുപ്പില്. പക്ഷെ ഇങ്ങനൊരു പത്രക്കാരനല്ല, അങ്ങൊരു പത്ര മുതലാളിയാണ്. അങ്ങേര് മാധ്യമ ബന്ധങ്ങളുള്ള ആളാണ് പുരുഷോത്തമൻ. ഇവിടെ PM മനോജ് ഉണ്ട്. PM മനോജിലേക്ക് വെക്കാം. PM മനോജ്, മറ്റ് പ്രൈം ടൈം ചർച്ചകളിലേക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ആശങ്ക അത് പ്രകടമല്ലേ പുരുഷോത്തമനെ പോലൊരു BJP പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ വാക്കുകളിൽ? ആ പുസ്തകത്തിനെ കുറിച്ച്, ആ പുസ്തകത്തിന്റെ പ്രകാശനത്തെ സംബന്ധിച്ച് ഒന്നും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നില്ല. മറിച്ച് എൻറാം
അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കാലയളവിലെ ചരിത്രം അത് മോശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. നേരത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായി പുരുഷോത്തമൻ മറ്റൊരു ചർച്ചയിൽ ഇതുപോലെ പറഞ്ഞതാണ്, എൻറാമിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതിപ്പോൾ എസ് വിജയൻ എന്നൊരു പറയുന്ന മറ്റൊരു വ്യക്തി എഴുതിയ പുസ്തകമാണ്, ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പരാമർശിക്കുന്ന പുസ്തകം. ഇത് അടിയന്തരമായി അതിന്റെ പ്രകാശനം റദ്ദാക്കുക, അത് അവരുടെ പ്രസിദ്ധീകരിക്കുന്ന ആ ഓഫീസിലേക്ക് തന്നെ പ്രകാശനം മാറ്റുമ്പോൾ അവിടെ നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് അത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു. PM മനോജ്, ഈ ആശങ്ക വെറുതെയാണോ? ഇവിടെ എൻറാമിന്റെ ജാതകം നോക്കേണ്ട കാര്യം BJPക്ക് ഇല്ല. എൻറാം എഴുതുന്ന പുസ്തകം നിയമവിരുദ്ധമാണെങ്കിൽ ആ പുസ്തകം പരിശോധിച്ച് നിയമ നടപടിയെടുക്കാൻ ആർക്കും തടസ്സമില്ല. അത് രാജ്യദ്രോഹമാണ്. ഇപ്പോൾ ഇവർ എന്ത് പറഞ്ഞാലും രാജ്യദ്രോഹം എന്നാണല്ലോ പറയുന്നത്. ആ രാജ്യദ്രോഹമാണെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കാൻ നിയമവ്യവസ്ഥയുള്ള നാടാണ് ഇന്ത്യ. ഇപ്പോഴുണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭരണയന്ത്രം മുഴുവൻ കയ്യിലുള്ള ഒരു സ്ഥാപനമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു ദിവസം മുമ്പ് നിലവിൽ വന്നതാണ് ഈ കമ്മീഷൻ. ഈ കമ്മീഷന് ഈ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കേണ്ട, നിഷ്പക്ഷ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കേണ്ട കമ്മീഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഭരണാധികാരികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കലാണ്. ഫാസിസമാണ് ഇങ്ങനെ പുസ്തകങ്ങൾ നിരോധിച്ചത്, പുസ്തകത്തെ പേടിച്ചത്, അക്ഷരങ്ങളെ പേടിച്ചത്. ഫാസിസം എല്ലാ ഘട്ടത്തിലും അക്ഷരങ്ങളെ ശത്രുപക്ഷത്തെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഈ പുസ്തകമാണ് നിരോധിച്ചതെങ്കിൽ നിരോധനം ചെറിയ നിരോധനമല്ലല്ലോ, പ്രകാശനം തടയുക. അത് കഴിഞ്ഞ് പ്രകാശനം സ്വകാര്യമായി നടത്തുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഫ്ലൈയിങ് സ്ക്വാഡ് പോയി ഇത് പിടിച്ചു കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കുക. നാളെ കൈരളിയിൽ ഈ ചർച്ച നടത്തണമെന്ന് ഇവർ പറയും. നാളെ ഇന്ത്യ രാജ്യത്ത് ഒരു പത്രവും ഇറങ്ങേണ്ട, ആ പത്രത്തിൽ ഈ നരേന്ദ്രമോദിയെക്കുറിച്ചോ ഇവരുടെ BJPയുടെ അഴിമതികളെക്കുറിച്ചോ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് എന്നിവർ പറയും. നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സാക്ഷി മഹാരാജ്, ഇത് അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പായിരിക്കും, 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച അനുഭവം ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുക എന്നുള്ള BJP നയിക്കുന്ന RSSന്റെ തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ ഉൾപ്പെടെ നടപ്പാകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണി എന്താ? ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് വിളിച്ചു പറയുന്നത് ഇതാ ഇന്ത്യ സൈന്യമല്ല മോദി സൈന്യമാണെന്ന്. അതിൽ പ്രതിഷേധിച്ച് നേവിയുടെ തലവനായിരുന്ന അഡ്മിറൽ രാംദാസിന് രംഗത്ത് വരേണ്ടി വന്നു. അതുപോലെ മുൻ പട്ടാള മേധാവിമാർക്ക് രംഗത്ത് വരേണ്ടി വരുന്നു. അതായത് ഇന്ത്യയുടെ സൈന്യം, ആ സൈന്യത്തെ സ്വന്തം ഇവിടെയുള്ള ഒരു RSSകാരൻ ആയ നരേന്ദ്രമോദിയുടെ സൈന്യമാണ് എന്ന് വിളിച്ചു പറയാൻ ലജ്ജയില്ലാത്ത മുഖ്യമന്ത്രിമാരുള്ള നാടാണിത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണയന്ത്രങ്ങളാകെ ഇവർക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നുണ്ടോ എന്ന ദുഃഖകരമായ സംശയമാണ് ഇപ്പോഴിവിടെ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ മാറുന്നില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം നിരവധി പരാതി വന്നു. നമോ TVയെ കുറിച്ച് പരാതി വന്നു. ഒരിടത്തും ക്വിക്ക് ആക്ഷൻ ഇല്ല. നമോ TV എന്ന് പറഞ്ഞ് ഒരു അനുവാദം ഇല്ലാതെ അങ്ങ് സംപ്രേഷണം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഒരു ഗവർണറാണ് വിളിച്ചു പറയുന്നത് മോദി തിരിച്ചു വരണമെന്ന്. അപ്പോൾ ഭരണഘടനാ സ്ഥാനങ്ങളെ ഇവർ RSS വൽക്കരിച്ചു. അത് ശരി. അത് കഴിഞ്ഞ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ അവശിഷ്ടത്തിനെയും കൂടി ചവിട്ടി തേച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന് BJPക്ക് തോന്നുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിലൂടെ വെളിപ്പെടുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതായി പ്രവർത്തിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത. അത് ഇതിൽ മാത്രമല്ല, രാജ്യത്തെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, അക്കാദമിക് സ്ഥാപനങ്ങളിൽ, ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒക്കെ ഇവർ നുഴഞ്ഞു കയറുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ എന്ത് പഠിപ്പിക്കണം, എന്ത് ഗവേഷണം നടത്തണം എന്ന് പോലും ഇവർ ആജ്ഞാപിക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇത് അത്യന്തം ഗുരുതരമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇവർക്കല്ല അധികാരം, അത് ജനങ്ങൾക്കാണ്. ആ ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശവും അധികാരവും തട്ടിപ്പറിക്കുന്ന കുൽസിതമായ ഒരു നടപടിയായ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. പുരുഷോത്തമൻ, അതുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ച ചില പോയിന്റുകൾ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ആഴം കൂടുന്നത്. ഇവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു പുസ്തകം വ്യക്തികളോട് സംസാരിച്ചാൽ, അതിനോട് തിരികെ സംസാരിച്ചാൽ, അത് സംവദിച്ചാൽ എങ്ങനെ തെറ്റാകും? അതും എൻറാമിൻ്റെതല്ല. എൻറാം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനെ കൃത്യമായി പരാമർശിക്കുന്നു. UPA ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നു. BJPയുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് റഫേലിൽ എടുത്ത നിലപാടുകളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ സാധാരണക്കാരൻ അറിയേണ്ടതും അവന്റെ ചെറിയ ചർച്ചകളിൽ പോലും വിഷയമാകേണ്ടതല്ലേ? ഇതുപോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ ആരാണ് ഈ ചർച്ചകൾ തീരുമാനിക്കുന്നത്? അത്രയ്ക്കും ഏകപക്ഷീയമായി കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് വലിയ ആശങ്ക ഉയരുകയാണ് പുരുഷോത്തമൻ. ആനന്ദ്, ഇപ്പൊ കാശ്മീരിൽ പ്രശ്നം, നോർത്ത് ഈസ്റ്റിൽ പ്രശ്നം, രാജ്യത്താകമാനം പ്രശ്നം, സുരക്ഷയുടെ പ്രശ്നം, ഇങ്ങനെ ധാരാളം അക്രമങ്ങൾ രാജ്യത്തിനെതിരെ, രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും
പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ കൂടാതെ രാജ്യത്തിനകത്തുനിന്ന് പ്രത്യേകിച്ച് കേരളത്തിലുള്ള സ്യൂഡോ സെക്രട്ടറിസ്റ്റുകൾ ഇങ്ങനെ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിനെതിരെ. ഇത് BJPക്കെതിരെയോ അല്ലെങ്കിൽ ഭരണാധികാരി മോദിക്കെതിരെയോ ഒന്നുമല്ല, രാജ്യത്തിനെതിരെ. ഒരു കാര്യം മനസ്സിലാക്കണം, ചെറിയ 17 നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞതിന്റെ ബാക്കിപത്രം നമ്മൾ പിന്നാമ്പറങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ പുസ്തകം സാധാരണക്കാരൻ കാണരുത്, വായിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? കാലാകാലങ്ങളായി നടന്നു വന്നിരുന്നു. ഒരു പുസ്തകം ഒരു പുസ്തകത്തിനെയൊക്കെ തടയാം. പക്ഷേ ഇങ്ങനെ റഫേൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ ഗൗരവമെന്ന് പറഞ്ഞ ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്ന ഒരു പുസ്തകം, അത് പൊതുസമൂഹത്തിലേക്ക് എത്തരുത്, ആ പുസ്തകം തന്നെ കസ്റ്റഡിയിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളിലേക്ക് ഒരു രാഷ്ട്രീയവും ആശങ്കയും ഇല്ല എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണോ പുരുഷോത്തമൻ മറുപടി തരിക? ആനന്ദ്, എത്ര പേര് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്? ഇതിനു മുമ്പ് ആരെങ്കിലും പുസ്തകങ്ങൾ എഴുതി ആരെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ആനന്ദ് പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു പുസ്തകം എഴുതാൻ പണിപ്പുരയിലാണ്. അപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതുന്ന എല്ലാവരെയും പിടിച്ച് അകത്താക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, ആരും ചെയ്യില്ലല്ലോ. അത് ഫാസിസമാണെന്ന് പറയും, ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടല്ലല്ലോ ഇത് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് വിരുദ്ധമായിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു വണ്ണപ്പാൻഷിപ്പാണ് ഇത് എൻറാം നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമായ സ്ഥിതിക്കാണ് അത് പിടിച്ചെടുത്തിട്ട് പോയിട്ടുള്ളത്. ശരി പുരുഷോത്തമൻ, പോട്ടെ. ഗൗരി ലങ്കേഷും കൽബുർഗിയും അടക്കമുള്ള ആളുകൾ ഇതുപോലെ സാധാരണ നിലയിൽ നമ്മളൊക്കെ നോക്കിക്കണ്ടത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരങ്ങൾക്കും എഴുത്തുകാർക്കും സ്വതന്ത്രമായി സംസാരിക്കുന്നവർക്കും നേരെ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടാകുന്നതിലല്ല, അവരെ പരസ്യമായി വെടിവെച്ചു കൊല്ലുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ഒന്നിലും രണ്ടിലും ഒന്നും നിന്നില്ല. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു, ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് സംശയമാണെന്ന് ആ ഭരണകൂട പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പരസ്യമായി പറയുന്നു. ഇപ്പോൾ ഇതാ വലിയൊരു അഴിമതിയെ പരാമർശിക്കുന്നത് കൊണ്ട് ഒരു പുസ്തകത്തിന്റെ പ്രകാശനവും തടയപ്പെട്ടിരിക്കുന്നു. PS സലീം, പുരുഷോത്തമൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു നിസ്സാരമായ കാര്യമാണോ? പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിന്ന് മോഷണം പോയ തെളിവുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉള്ളതുകൊണ്ട് അത് കസ്റ്റഡിയിലെടുക്കണം, എൻറാമിനെയും അറസ്റ്റ് ചെയ്യണം എന്നാണ് പുരുഷോത്തമൻ പറയുന്നത്. PS സലീം, അല്ല ആനന്ദ്, നമ്മള് ഇതിലപ്പുറവും പ്രതീക്ഷിക്കേണ്ട അതീവ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും പവിത്രതയോടും കൂടി നിലനിൽക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവിടെ എൻറാമുമായി ബന്ധപ്പെട്ട ഈ പുസ്തകത്തിലെ കണ്ടൻസിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പുസ്തകത്തിലെ അക്ഷരങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഒരു ഭീതിജന്യമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് സമനില തെറ്റിയ ഒരു അധികാരവർഗത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായ നടപടിയായി നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികൾ പോലും ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണുന്നത് പോലും വളരെ അപൂർവമായ ഒരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ ഈ നമുക്കറിയാം, റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ഒരു നിയമയുദ്ധം നമ്മുടെ സമീപകാല ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് സുപ്രീം കോടതി പോലും ഇവിടെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ അത് വളരെ സീരിയസ് ആണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യമാണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആ രേഖകൾ മോഷണം പോയി എന്നാണ് പറയുന്നത്. ആ രേഖകളുടെ ഒരു ആധികാരികത പോലും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ പോരാട്ടം തുടരുമെന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഒരു വളരെ കൃത്യമായ ഒരു മാധ്യമ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ധീരമായ പോരാട്ടം നടത്തുന്ന എൻറാം എന്ത് വെല്ലുവിളി ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ റഫേലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും ജനാധിപത്യ ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ്.
ശ്രീ എ സജീവൻ, ഞാൻ സലിമിലേക്ക് എത്താം. ശ്രീ എ സജീവൻ, താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? കേരളം രാഷ്ട്രീയ സാംസ്കാരികതയും സാക്ഷരതയും കൂടിയ നാടെന്നും ഒരു വിലയിരുത്തലുണ്ടല്ലോ. താങ്കൾ പറയൂ, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പുസ്തകങ്ങളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും പരസ്പരം ചർച്ചകളിലൂടെയും അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ജനം വിലയിരുത്തേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമൊക്കെ ഇതുപോലൊരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ഈ രീതികളല്ല, ഇന്ന രീതികൾ മതിയെന്ന് പറയിക്കുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപം സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? പുസ്തകങ്ങൾ സംസാരിക്കാൻ പാടില്ല, അത് വായിക്കാൻ പാടില്ല, അതിനുള്ളിൽ ചില രാജ്യദ്രോഹപരമായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് സജീവൻ? ഒന്നാമതായിട്ട് TN ശേഷനെ പോലെ ഒരു മഹാൻ ഇരുന്ന കസേരയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത്. രാജ്യത്ത് ഭരിക്കുന്ന ആളുകളെയും പ്രതിപക്ഷത്തുള്ള ആളുകളെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് എന്ന് തെളിയിച്ച ആളാണ് TN ശേഷൻ. അതിനുശേഷമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറേ കൂടി ആളുകൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംവിധാനമുള്ളതായിട്ട് പോലും ആളുകൾക്ക് അത്ര അറിയുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴുള്ള പ്രവർത്തികൾ കാണേണ്ടത്. എനിക്ക് ഒരു ഭയമുള്ളത്, ഞാൻ സത്യത്തിൽ ഭയക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് നിന്ന്. അദ്ദേഹം പറയുന്നു, ഇന്നയാളാണ് പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇന്നയാൾ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടാത്തൊരു കാലത്തിലേക്കാണ് പോകുന്നത്. അതല്ലെങ്കിൽ ഒരു പുസ്തകത്തെ പേടിച്ചുകൊണ്ട്, പുസ്തകം ഞാൻ പറയുന്ന താങ്കൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇവിടെ ഈ പുരുഷോത്തമൻ പറഞ്ഞ പോലെ ഇതൊരു വലിയ രാജ്യദ്രോഹ കുറ്റം ആണ് ഈ പുസ്തകമെന്നെങ്കിൽ, ആ രാജ്യദ്രോഹം ആണ് ഈ പുസ്തകം എന്ന് നമ്മൾ സങ്കല്പിക്കുക, അങ്ങനെ സമ്മതിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ രാജ്യദ്രോഹവും അതിനേക്കാൾ വലിയ ഭരണഘടനാ വിരുദ്ധവുമായുള്ള കാര്യമല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചെയ്തത്? അദ്ദേഹം ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. അതിനെ പല രീതിയിൽ പറയാം. പേടിച്ചോടി മത്സരിക്കുന്നു പറയാം, അമേഠിയിൽ തോൽക്കുമെന്ന് ഉറപ്പായിട്ട് ഇവിടെ വന്ന് മത്സരിക്കുമെന്ന് പറയാം, പല രീതിയിൽ പറയാം. പക്ഷേ ഹിന്ദുക്കളെ പേടിച്ച് മുസ്ലിങ്ങളുടെ മടിത്തട്ടിലേക്ക് പോയി എന്ന രീതിയിൽ പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു, അവിടെ വയനാട്ടിലെ ആളുകളുടെ ഈ ആഹ്ലാദത്തിൻ്റെ UDFകാരുടെ പ്രകടനത്തിൻ്റെ ഇത് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു ചതിയുടെ ഒരു സംഭവം ഉണ്ടാക്കി തീർത്ത ആളുകൾ അവരാണ് പറയുന്നത് ഇത് പാകിസ്ഥാൻ പതാക ആണ് ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇവിടെ ഒരു പക്ഷേ നമുക്കറിയാം ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാകയാണ് എന്ന്. അതിന് പറയാൻ ഈ പ്രാർത്ഥനാകുമാരിയെ പോലുള്ള ആളുകൾ അവരൊക്കെ എങ്ങനെയാണ് ഇത് ഈ ഉത്തരേന്ത്യയിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഇത് പാകിസ്ഥാൻ പതാക തന്നെയായിട്ടാണ് പ്രചരിപ്പിക്കുക. അതേപോലെയാണ് നരേന്ദ്രമോദി ഹിന്ദുക്കളെ പേടിച്ച് ഇവിടേക്ക് വന്നു എന്ന് പറയാം. ആ ആൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ന് യോഗി ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഇന്ത്യൻ സേന എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഭരണാധികാരികൾ വരും പോകും. ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പോഴത്തെ നരേന്ദ്രമോദി വരെ ധാരാളം പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ. അവരെ വളരെ പേരുകൾ പോലും ഇന്ത്യയിൽ നല്ല ശതമാനം ആളുകൾക്ക് അറിയില്ല. അങ്ങനെ വന്നു പോകുമ്പോൾ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് അതൊരു ഉറച്ച ഒരവസ്ഥയാണ്. ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നെടുങ്കോട്ടയാണ്. ആ നെടുങ്കോട്ടയെ ഇവിടെയുള്ള പ്രധാനമന്ത്രിയുടെ ഭൃത്യന്മാരെ ആണെന്ന രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് മോദി സേന എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു അതിനേക്കാൾ വലിയ ഒരു ഭരണഘടനാ വിരുദ്ധതയുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയും പിടിച്ചെടുക്കുകയും ചെയ്തില്ലോ. വേറൊരാൾ, ഒരു ഗവർണർ പദവി എന്ന് പറയും, നേരത്തെ മനോജ് പറഞ്ഞു, ഗവർണർ പദവി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമില്ലെങ്കിൽ പോലും നമുക്കൊക്കെ അറിയാതെ വെറുതെ ഒരു ആലങ്കാരികമായിട്ട് സംഭവമാണെന്ന്. പക്ഷെ എന്നാൽ പോലും അതൊരു ഭരണഘടനാ പദവിയാണല്ലോ, ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അതിലിരുന്നു കൊണ്ട് പറയുന്നു നരേന്ദ്രമോദി ജയിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഇലക്ഷൻ കമ്മീഷൻ കൂടി മാത്രമേ പറയാനുള്ളൂ. ഇന്നയാളാണ് പ്രധാനമന്ത്രിയാവേണ്ടത്, ബാക്കിയുള്ള ആളുകളൊന്നും ഇനി മത്സരിക്കേണ്ട, അദ്ദേഹം തീരുമാനിക്കുന്ന ആളുകൾ ഇവിടെയുള്ള 543 മണ്ഡലങ്ങളുടെയും പ്രതിനിധികളായിട്ട് ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ വളരെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തീരുമാനിക്കാവുന്ന കാര്യമായിട്ട് മാറും.
ഇതുകൊണ്ടാണ് ആളുകൾ ശ്രീ പറയുന്നത് സജീവൻ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ചോദിക്കുന്നത് ഈ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവമായി ആളുകൾക്ക് പൊതുസമൂഹത്തിനിടയിൽ നടക്കേണ്ട ഒരു വിഷയമല്ലേ? ഇത് സാധാരണക്കാരന്റെ ഉള്ളിൽ തട്ടി പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ? കാരണം ഇത് നിസാരമൊന്നുമല്ല. കഴിഞ്ഞ ഭരണകൂടങ്ങളുടെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ഇത്തരം പല ഏജൻസികളും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളുടെ ഒരു റാൻമൂളി സംവിധാനത്തിലേക്കൊക്കെ പോയി അത്തരം നിലപാടുകൾ നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെ കച്ചകെട്ടി ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഈ പ്രധാനമന്ത്രി ഇന്നയാളാണെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞേക്കാം എന്ന് പറയുന്ന ഭയാനകത ചെറുതല്ലല്ലോ സജീവൻ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു എൻ്റെ മനസ്സിലുള്ള പേടിയാണ്. കാരണം ഇത്ര വരെ എത്തി നടപടിയെടുക്കും. ഒരു പക്ഷേ റാം എഴുതിയ ഈ പുസ്തകത്തിൻ്റെ സംഭവങ്ങൾ റഫേൽ ഇടപാടുമായിട്ട് പുരുഷോത്തം പറഞ്ഞില്ലേ, കട്ടുകൊണ്ടുവന്നു. യെസ്, കട്ടുകൊണ്ടുവന്ന് തെറ്റായ വ്യാജരേഖ ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് വെക്കുക. അതിൻ്റെ പേരിൽ ഇത് പുസ്തകം നിരോധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമാണെങ്കിൽ ചെയ്യാം. പക്ഷേ മറ്റേ കൂടി ചെയ്യേണ്ടതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഗവർണർ പദവിയിലുള്ള, മുഖ്യമന്ത്രി പദവിയിലുള്ള, പ്രധാനമന്ത്രി പദവിയിലുള്ള ആളുകളൊക്കെ നോക്കിയിട്ട് ഇതേ കാര്യം പറയണ്ടേ? നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് കേസെടുക്കാൻ പോകുന്നത് പറയണ്ടേ? അത് പറയാത്തിടത്തോളം നിഷ്പക്ഷമല്ല ഈ പദവികൾ, ഭരണഘടനാ പദവികൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ആ ഒരു അവസ്ഥയുണ്ടാവുന്നു. പിന്നെ നേരത്തെ എനിക്ക് മനസ്സിലാവാതെ പോയൊരു കാര്യം പുരുഷോത്തമനോട് പറഞ്ഞു, കേരളത്തിൽ ഉൾപ്പെടെ രാജ്യദ്രോഹ നടപടികൾ ഉണ്ടാവുന്നു. ഞാൻ ഈ സംസ്ഥാനത്താണ് ജീവിക്കുന്നതാണ് എൻ്റെ ധാരണ. എൻ്റെ അറിവിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു കടുത്ത രാജ്യദ്രോഹ നടപടിയൊക്കെ ഉണ്ടായതായിട്ട് അറിവില്ല. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങുന്ന സമയത്ത് മറ്റും ഉണ്ടായോ എന്നുള്ള അറിയില്ല. അതെന്താണ് കേൾക്കാൻ കൗതുകമുണ്ട്. ഇപ്പം നമ്മൾ തെറ്റായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണമായ കാര്യങ്ങളെ ഇവിടെ ചർച്ച ചെയ്യട്ടെ. നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ക്രൂരതകളെക്കുറിച്ച് അന്നത്തെ ആ സമയത്ത് CBI ഡയറക്ടറായിരുന്ന KN സിംഗ് എഴുതിയ പുസ്തകമുണ്ട്, പ്ലെയിൻ ട്രൂത്ത് എന്നുള്ള പേരിൽ. അതിവിടെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, നടന്നിട്ടുണ്ടല്ലോ, ഇപ്പോഴും ഇതുണ്ട്. അതൊക്കെ ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ കൊള്ളരുതായ്മകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുവാൻ പല ആളുകളും ശ്രമിക്കും. അങ്ങനെ എത്രയോ ആളുകൾ പുസ്തകങ്ങൾ എഴുതിയില്ലേ? അപ്പോൾ ആ പുസ്തകങ്ങൾ അതൊന്നും പാടില്ല, കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. അത് പുറത്തു കൊണ്ടുവന്നാൽ രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞിട്ട്, അത് രാജ്യദ്രോഹമാണോ അല്ലേ എന്ന് ഈ പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇത് വായിക്കാനുള്ള നമ്മുടെ അവകാശത്തെ രാജ്യദ്രോഹമാണ് എന്ന് നമുക്കൊക്കെ തോന്നുകയാണെങ്കിൽ തൂക്കിലിടണം ഇത് എഴുതിയ ആളെ. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇത് ആർക്കും അറിയില്ല, രാജ്യദ്രോഹമാണ് എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇതൊരു വെള്ളരിക്കാപട്ടണമാണ് എന്ന് സ്ഥാപിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്കൊന്നും ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് പറയുന്നു ഇതാ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആകെ. പുരുഷോത്തമൻ വളരെ നിർണായകമായ ചില ആശങ്കകളും ചോദ്യങ്ങളുമാണിത്. ഇതിനോട് കൃത്യമായി താങ്കൾ പ്രതികരിക്കൂ. നോക്കൂ, സുപ്രീം കോടതിയുടെ ഏറ്റവും മുതിർന്ന ജഡ്ജിമാർ ആ സുപ്രീം കോടതി ഹാളിന് പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പല പ്രമുഖ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും പരസ്യമായി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടി വന്ന സാഹചര്യം, പല ഇടങ്ങളിലെയും കൃത്യമായും നിർണായകമായും സ്ഥാനങ്ങൾ രാജിവെച്ച് പോകേണ്ടി വന്ന സമ്മർദ്ദം, ഇതൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുമ്പോഴാണ് ഇപ്പോൾ ഒരു വെറും സാധാരണക്കാരനായ ഒരു വിജയൻ എന്നയാൾ റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട എൻ റാമിന്റെ ഇടപാടുകളെ സംബന്ധിച്ച് ആ രേഖകളെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം തയ്യാറാക്കുന്നു. അത് എൻ റാം പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നു. അതിനെ അട്ടിമറിക്കുന്നു, അതിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇനി ഇതാ ഒരു ഗവർണറും ഇന്ന് പ്രതികരിച്ചത് താങ്കൾ കേട്ടു കാണും. യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ താങ്കളുടെ മുന്നിൽ വെച്ചതാണ്. മോദിയുടെ സേനയാണ് ഇന്ത്യൻ സേനയെന്ന്. ഇതിന് കൃത്യമായി മറുപടി ഇല്ലല്ലോ പുരുഷോത്തമൻ. സാധാരണക്കാരന്റെ മനസ്സിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? തീർച്ചയായിട്ടും മറുപടി ഉണ്ട് ആനന്ദ്, തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീവൻ പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദമുണ്ട്, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ നടക്കുന്നു. ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് സജീവൻ പറഞ്ഞു. ഞാൻ പറയുകയാണ്, ഈ കേരളത്തിൽ നിന്ന് പോകുന്ന തീവ്രവാദികളാണ് ഇന്ത്യയുടെ ബോർഡറിൽ അവർ മരണപ്പെട്ടത് 2 പേര്. അവരെ ഐഡന്റിറ്റി കാർഡ് നോക്കിയപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 പേരാണ്. അവർ ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. രാജ്യദ്രോഹപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവാണ് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയാം. പുരുഷോത്തമൻ, എന്താണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണെന്നോ? യോഗി ആദിത്യനാഥ് മോദി പറഞ്ഞെന്ന് പറഞ്ഞു. പുരുഷോത്തമൻ, ഒരിക്കൽ കൂടി താങ്കൾ പറയൂ. പുരുഷോത്തമൻ, നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു പിണറായിയുടെ പോലീസ്, ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്നൊക്കെ പറയില്ലായിരുന്നോ? എന്ന് പറഞ്ഞാൽ മോദിയുടെ സേന,
എന്ന് പറയുന്നതായിരിക്കും. അതിനെന്താണ് ഇത്? ഇപ്പൊ മോദിയുടെ ഗവർണറുമായി ഇനി അത് മോദിയുടെ കമ്മീഷനുമാകുമോ എന്നാണ് ആശങ്ക. ഇന്ത്യയുടെ ഭരണാധികാരിയല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. പിണറായി ഇപ്പൊ പലരും കേരളത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പിണറായി പോലീസ് ശ്രീ പി എം മനോജ്, എങ്ങനെയാണ് താങ്കൾ ഈ ന്യായീകരണങ്ങളെ, ഈ വിശദീകരണങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? പി എം മനോജ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മുഖവില എടുക്കാൻ കഴിയില്ല. കാരണം ഇതിങ്ങനെ പിണറായി പോലീസ് പിണറായി പറയുന്നുണ്ട്. അപ്പോ ആളുകളെ അധിക്ഷേപിക്കാൻ പറയുന്ന ആള് ഇവർ അംഗീകരിക്കുന്നത് എന്ന് പറയുമ്പോ ശരിയാണ്. യാതൊരു ഇതുമില്ല. ഇപ്പൊ മൂന്നാമത്തെ പറഞ്ഞോട്ടെ, എൻ രാമനെ കുറിച്ച് പറഞ്ഞ് ഇത് കോടതിയിൽ നിലക്കുന്ന കേസാണ്. ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്ന് കട്ടോണ്ട് പോയിട്ട് വേറൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് പ്രകാശനം ചെയ്യാൻ പോവാണ് എൻ രാം. സുപ്രീം കോടതിയിലെ വിഷയം നമ്മൾ ഒരുപാട് പരിശോധിച്ചതാണ്. പിടിച്ചോണ്ട് പോയത് അല്ല ശ്രീ ആണെങ്കിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനമൊന്നുമല്ല. ഒരു നിമിഷം തുടരൂ പുരുഷോത്തമൻ, ഒരു നിമിഷം. ഡിഫൻസ് ഒരു നിമിഷം തരൂ. മോഷ്ടിച്ചെടുത്ത രേഖകള് വ്യാജ ചമച്ച് ഒരു ബുക്കായിട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. പുരുഷോത്തമൻ, മോഷ്ടിച്ചെടുത്ത രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റേതാണ്, ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകളാണെന്ന് സുപ്രീം കോടതി തിരിച്ചറിയുന്നു. ആ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിലും തെളിവ് നിയമപ്രകാരം പരിശോധിക്കാമെന്ന് പറയുന്നു. അതിനെ എതിർക്കാൻ പ്രോസിക്യൂഷൻ അവകാശമില്ല എന്ന് കോടതി പറയുന്നു. ഇതൊക്കെ താങ്കൾ വിട്ടുകളയുന്നത് എന്തിനാണ്? കോടതി പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിലയിലേക്ക് ഒരു കാര്യവും തടയാനോ ഇതിന്റെ പ്രസിദ്ധീകരണമോ ഒന്നും. പി എം മനോജ്, എന്താണ് പറയൂ, ഈ ന്യായീകരണങ്ങളെ കുറിച്ച് എന്താണ് താങ്കൾ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? മോഷ്ടിച്ച രേഖയാണെങ്കിൽ പിടിച്ചെടുക്കാൻ ഇവിടെ പോലീസുണ്ട്, ആ പോലീസ് പിടിച്ചെടുത്തോളും. അതുപോലെ രാജ്യദ്രോഹമാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ നിയമമുണ്ട്. ഈ കമ്മീഷനും ഇവർക്കും എന്താണ് ഇതിൽ കാര്യം? അതിനർത്ഥം ഈ പുസ്തകം പുറത്തു വരുന്നത്, പുസ്തകത്തിൽ എന്തായാലും ഇതുവരെ വന്ന കാര്യങ്ങൾ രേഖകൾ വെച്ചിട്ടാണല്ലോ എഴുതുന്നത്. ഈ പുസ്തകം പുറത്തു വന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോഡി അദ്ദേഹം ഒരു പ്രയോഗം നടത്തി. ആരെക്കുറിച്ച്? റാമിനെ കുറിച്ച്, കള്ളനാണ് എന്ന്. അതേ പ്രയോഗം ഇന്ത്യ മഹാരാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും മോദിയെക്കുറിച്ച് പ്രയോഗിക്കും. അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തുറന്നു കാണിക്കുന്നതിന് തുല്യമാകുമെന്ന് ഭയപ്പെട്ടാൽ ബി ജെ പിക്കാർക്ക് ഇതുപോലുള്ള രാജ്യദ്രോഹ പ്രയോഗമായിട്ടൊക്കെ വരാം. പക്ഷേ അതെന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ചട്ടുകമാകണം എന്നതാണ് നമ്മുടെ യഥാർത്ഥ ചോദ്യം. ആ ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ആ തുടക്കം മുതൽ സജീവൻ പറഞ്ഞത്, സലീം പറഞ്ഞത്, ഞങ്ങളൊക്കെ പറയുന്നത് ഇവിടെ അപകടപ്പെടുന്നത് ജനാധിപത്യമാണ് എന്ന് പറയേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ 5 കൊല്ലം ഭരിച്ച മോഡി, ആ മോദി ഇതുവരെ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, 5 കൊല്ലം മുമ്പ് വെച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രമാത്രം നിറവേറ്റി, എത്രയൊക്കെ തൊഴിൽ കൊടുത്തു, 15 ലക്ഷം എവിടെ എത്തി, ഇത്തരം കാര്യങ്ങളാകെ ജനങ്ങൾ പരിശോധിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ആ കൂട്ടത്തിലാണ് റഫാൽ അഴിമതി വരുന്നത്. റഫാൽ അഴിമതി എങ്ങനെ നടന്നു എന്നും വളരെ വ്യക്തമായ കാര്യങ്ങളാണല്ലോ. എങ്ങനെ ഫ്രാൻസ് വളരെ ചുരുങ്ങിയ പൈസക്ക് വിമാനം വാങ്ങിയെന്നും ഈ ഇന്ത്യ എത്ര അധികം കൊടുത്തു എന്നും എന്തൊക്കെ കള്ളക്കളി കളിച്ചതൊക്കെ നമുക്ക് നാട്ടുകാർക്കെല്ലാം അറിയാം. അതിപ്പോൾ പുസ്തകം വരണ്ട അത് പറയാൻ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി ചർച്ചാ വിഷയമായാൽ എന്താവും? കഴിഞ്ഞ 5 വർഷം മുമ്പ് 2014 അന്നത്തെ 2ാം UPA ഗവൺമെന്റ് രാജ്യത്ത് നടത്തിയ ഹിമാലയൻ അഴിമതികൾ ചർച്ച ചെയ്ത് ഇതാ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഈ മോഡി. നിങ്ങൾ BJP ക്കാരും അത് തന്നെയാണ് ചെയ്തത്. അന്ന് കോൺഗ്രസിന്റെ അഴിമതിയുടെ ചെലവിലാണ് നിങ്ങൾ ജയിച്ചു കയറിയത്. ആ ജയിച്ചു കയറിയ നിങ്ങൾ കോൺഗ്രസിനെ വെല്ലുന്ന രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നു എന്ന് തെളിയുന്ന ചില രേഖകൾ അത് ജനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ നിങ്ങൾക്കുള്ള വെപ്രാളം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുന്നത് എന്ന ഭയാനകമായ അവസ്ഥ. അവിടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കാൻ നിങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളിൽ ഈ ഭരണഘടനാ സ്ഥാപനവും കരുവായി മാറുന്നോ എന്ന സംശയം ശ്രീ സലീം നേരത്തെ ഉന്നയിച്ച കൃത്യമായ സംശയം അത് ഉദിക്കുന്നത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാണ്ട് റാമിന്റെ ജാതകമല്ല, വിജയന്റെ ജാതകമല്ല, അതുപോലെ ഈ രേഖ മോഷ്ടിച്ചതാണോ മോഷ്ടിക്കാത്തതാണോ കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അല്ലയോ എന്നുള്ള കാര്യവുമല്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട്? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഇത് നിങ്ങൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും നിങ്ങളെപ്പോലുള്ള ഈ ഫാസിസ്റ്റ് മനോഭാവമുള്ള എല്ലാവരും അക്ഷരങ്ങളെ വെറുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ആനന്ദ് പറഞ്ഞല്ലോ, MM കലബുർഗിയും അതുപോലെ ഗൗരി ലങ്കേഷും ദാബോൽക്കറും പൻസാരയും ഒക്കെ എങ്ങനെയാ കൊല്ലപ്പെട്ടത്? എന്തിനു വേണ്ടിയാ പെരുമാൾ മുരുകനെ എഴുത്തു നിർത്തേണ്ടി വന്നത്? എന്തിനാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായ MD വാസുദേവൻ നായർ ഇവിടെ അധിക്ഷേപത്തിനിരയായത്? നിങ്ങളിതാണ് എഴുത്തുകാരെ നിങ്ങൾ കൊല്ലും, അടിക്കും, തെറി വിളിക്കും, എഴുത്തു നിർത്തിക്കും. ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്? ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്.
ഈ ഘട്ടത്തിൽ ഒരു ഇടവേള അനിവാര്യമാണ് പുരുഷോത്തമൻ. ഗൗരവമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ഇങ്ങനെ ഒരു വിഷയം കൈക്കൊണ്ടതും അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നതും. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും വളരെ രൂക്ഷമായി സാധാരണക്കാരന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതും തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ പ്രതിനിധീകരിച്ച ആളുകളല്ല, പലപ്പോഴും അക്ഷരങ്ങൾ കൊണ്ട് സംവദിക്കുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത ആളുകളുടെ ജീവന് പോലും ഭീഷണിയുണ്ടായി, അവർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ഒരു സാധാരണ പുസ്തകം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി മാറുന്നത് എങ്ങനെ എന്ന് സാധാരണ നിലയിലുള്ള ബുദ്ധിയിൽ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ആ നിലയിൽ പരിശോധിക്കപ്പെടുന്നത്. ശ്രീ PS സലീം, നോക്കൂ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മോദി ലക്ഷ്യം വെച്ചത് കോൺഗ്രസിന്റെ അക്കാലത്തെ അഴിമതികളുമായി ബന്ധപ്പെട്ട തുടർക്കഥകളെയും അതിന്റെ തെളിവുകളെയും ഒക്കെയാണ്. നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ വക്താക്കളും തന്നെ അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ ചില വിഷമതകൾ അതിനെ മോദി ഉപയോഗിക്കുകയായിരുന്നു, കൃത്യമായി ഉന്നം വയ്ക്കുകയായിരുന്നുവെന്ന്. ഇപ്പോൾ ഇതാ സമാനമായി വലിയ അഴിമതികൾ പരമോന്നത കോടതിക്ക് മുന്നിൽ തന്നെ എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട സാധാരണ പ്രതികരണങ്ങളെ പോലും മുക്കി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയങ്ങൾ സാധാരണക്കാരന്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇതൊരു രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പോയാൽ മോദിയുടെ തിരിച്ചുവരവ് എളുപ്പമാക്കുന്നതിനുള്ള ഒരു വഴിയായി അത് മാറും. PS സലീം, ഈ ധാരണയൊക്കെ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ക്യാമ്പയിനിലേക്കാണോ കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ വയനാടും ഇവിടുത്തെ വിഷയങ്ങളിലേക്കും ഒപ്പം BJPയുടെ ദേശീയ നേതൃത്വമൊക്കെ ഇതിനോടകം പ്രതികരിച്ചത് ഹിന്ദുവിനെ പേടിച്ച് പോയ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് പോയി എന്നൊക്കെ പച്ചയ്ക്ക് പറയുകയാണ് PS സലീം? ഒരു കാര്യം, രണ്ടാം UPAക്കെതിരായി ഈ സംഘപരിവാറും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയ ആസൂത്രിതമായൊരു പ്രചരണം ഉണ്ടായിരുന്നു. രണ്ടാം UPA ഗവൺമെന്റിലെ അഴിമതി ആരോപിച്ചുകൊണ്ട് നടത്തിയ ആ പ്രചരണത്തോടൊപ്പം ഇന്ത്യ രാജ്യത്തിലെ ഇടതുപക്ഷ കക്ഷി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിൽക്കുകയും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുകയും നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫോക്കസ് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായി പുസ്തകം എഴുതിയ ആളുകളുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങൾ വളച്ചൊടിച്ച ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. പക്ഷെ അന്നൊന്നും ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ഒരു പുസ്തകത്തെയും നിരോധിക്കാനോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്രിയങ്ങളായ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രീ PS സലീം, ആ ചരിത്രത്തിന്റെ പരിശോധനയ്ക്ക് പോയാൽ കോൺഗ്രസിന് തിരിച്ചടികൾ ഉണ്ടാകും. സലീം, അടിയന്തരാവസ്ഥ കാലം അടക്കം രാജീവ് ഗാന്ധിയുടെ കാലത്തിലൊക്കെ ശാസ്ത്രീയ കമ്മീഷൻ ആയിരുന്ന ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. ഇപ്പോൾ നിങ്ങളും ഇടതുമുന്നണിയും രാജ്യത്താകെ പറയുന്നു വളരെ നിർണായകമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യ മതേതരവാദികൾ എന്ന് ജനങ്ങളോട് സംവദിക്കുന്നവരെ അല്ലാതെ മോദി ഇനിയും അധികാരത്തിൽ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകില്ലെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ക്യാമ്പയിനുകൾ കൃത്യമാണോ? അല്ല ആനന്ദ്, ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ആനന്ദ് മനസ്സിലാവുന്നതിന് മുമ്പാണ് ആനന്ദ് കോൺഗ്രസിനെതിരായി എന്തോ ഒരു പുതിയ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാനതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സഹിഷ്ണുത, അത് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അസഹിഷ്ണുത, അത് കൃത്യമായി ഇന്ത്യ രാജ്യത്ത് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് കൃത്യമായി ആ പ്രചരണം ജനാധിപത്യ ഇന്ത്യയുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള വളരെ കൃത്യമായ നിലപാടുകളും പ്രചരണങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വളരെ ക്രിയാത്മകമായ ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനവും രീതിയും ശൈലിയുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ആവർത്തിച്ച് അവർ പറയുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. ഒപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ റഫേൽ പോലുള്ള വലിയ അഴിമതികൾ, അതാകട്ടെ
പല പ്രതിരോധങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രതിരോധങ്ങൾ എന്ന് വെച്ചാൽ ചില്ലറ പ്രതിരോധങ്ങളല്ല. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുകയാണ് ഈ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെന്നും പരിശോധിക്കപ്പെടരുതെന്നും. അതിനും അപ്പുറത്തേക്ക് രാജ്യദ്രോഹപരമായ പറ്റുമെങ്കിൽ ഈ വിഷയം കൊണ്ടുവന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നും. ഇപ്പോൾ ആ തെളിവുകളെ പരാമർശിക്കുന്ന പുസ്തകവും തടഞ്ഞു വെക്കുന്നു. ഇതൊക്കെ എവിടേക്കാണ് ചൂണ്ടി കാണിക്കുന്നത് കാര്യങ്ങളെ? കോൺഗ്രസിനൊന്നും അത്ര നിസ്സാരമായി ഈ വിഷയങ്ങളെ മാറ്റിക്കളയാനുമാകില്ല. ഇത് മോദി ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും തന്ത്രപരമായ സംവിധാനങ്ങളിലേക്ക് ഇലക്ഷനെ കൊണ്ടുപോവുകയാണോ? എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കാണോ ചർച്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? PM മനോജ്, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഒരു പരിശോധന നടത്തി. കൂട്ടത്തോടെ 578 പേജുകൾ കോൺഗ്രസിൻ്റെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം BJPയുടേതും ഒഴിവാക്കി എന്നാണ് പറയുന്നത്. വ്യാജ പേരുകളായിരുന്നു. ലോകത്ത് ട്വിറ്റർ പരിശോധന നടത്തിയപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ഫോളോവർമാരുള്ള ആൾ മോഡിയായിരുന്നു. അപ്പോൾ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിന് ഇവർ വാർ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും മോദിയുടെ ബി ടീമായി അല്ലെങ്കിൽ മോദിയെ അനുകരിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന ദൗർബല്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് PR മാനേജർമാർ പറഞ്ഞു കൊടുക്കുന്ന ഏതാനും ചില പഞ്ച് ഡയലോഗുകൾ ഒഴികെ കോൺഗ്രസ് ഇന്ന് വരെ ഏതെങ്കിലും തരത്തിൽ ദേശീയമായ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇവർക്ക് ആർജവുമില്ല. നരേന്ദ്രമോദി ഇത് മൊത്തം കുഴപ്പമുണ്ടാക്കുന്നു. RSS ആണ് ഭരിക്കുന്നത്, മൊത്തം പിടിച്ചെടുക്കുന്നു, ഭരണഘടനയെ നശിപ്പിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുന്നു, ജനാധിപത്യത്തെ കൊല ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇതിനെ പ്രതിരോധിക്കാൻ ഈ കോൺഗ്രസ് ഒന്ന് എണീച്ച് വരണ്ടേ? ഈ കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? കേരളത്തിൽ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന എത്ര കൊലപാതകങ്ങൾ RSS നടത്തി, എത്ര അക്രമങ്ങൾ നടത്തി, എന്തൊക്കെ ചെയ്തു. ഇപ്പം തന്നെ ശബരിമലയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ശബരിമല ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ RSS ആസൂത്രിതമായി നടത്തിയ ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമത്തിൻ്റെ കൂടെ നിൽക്കുകയല്ലേ കോൺഗ്രസ് ചെയ്തത്? ആദ്യം ആ വിധിയെ അനുകൂലിച്ച ആളുകളാണല്ലോ BJPയുടെയും RSSൻ്റെയും ബി ടീമായി പുറകെ പോയത്. അപ്പോൾ പിന്നെയോ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെ ഗംഗയിലൂടെ യാത്ര ചെയ്യുന്നു, ശിവക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങുന്നു. അതായത് ഒന്ന് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ ഒന്ന് മൃദു ഹിന്ദുത്വം. അതുകൊണ്ടല്ല ഇപ്പോൾ ഈ ആശങ്ക വരുന്നത്. ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മതനിരപേക്ഷത കൃത്യമായി നിലനിൽക്കുന്ന പ്രദേശമാണ് കേരളമെന്ന് നമുക്കറിയാം. ഇവിടെ മുന്നണി സംവിധാനം അറിയാം. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, ലീഗും ഉണ്ട്, ലീഗിൻ്റെ കൊടിയുണ്ട്, കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്. ആ ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് RSSകാരനും BJPക്കാരനും പറയുമ്പോൾ ഇവരല്ലേ പേടിച്ചു പോകുന്നത്. പിന്നെ ഇവർ BJPക്കെതിരാണ് യുദ്ധം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്ത് സന്ദേശമാണ് ഇവർ വയനാട്ടിൽ BJPയോട് മത്സരിക്കുന്ന പോലുമില്ല, ഇപ്പോൾ തുഷാറാണത്രേ പോകുന്നത്. അങ്ങനെ BJP നിർണായക ശക്തി അല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ട്രയാങ്കിൾ എന്ന് ആന്റണി കഴിഞ്ഞ ദിവസം പറയുന്നിട്ട്, ഇത് എവിടെ നിന്നാണ് ഈ ട്രയാങ്കിൾ ഇവർക്ക് ഇപ്പോൾ കിട്ടിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് BJP എതിർക്കാൻ ആർജവത്തോടെ BJPയുടെ രാഷ്ട്രീയം എതിർക്കാൻ ജനാധിപത്യ വിരോധം പറഞ്ഞ് എതിർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ എളുപ്പ വഴികൾ തേടുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അമേത്തിയിൽ നിന്ന് വാർത്തകൾ വന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന 82% ആളുകൾക്ക് കക്കൂസില്ല. അവിടെ 55% ആളുകൾക്ക് അടുക്കള പോലും ഇല്ല എന്നാണ് പറയുന്നത്. സാക്ഷരത 64%. ഇങ്ങനെ കഴിഞ്ഞ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ BJP അവിടെ UPയിൽ അവശേഷിക്കുന്ന 2 തുരുത്താണല്ലോ റായ്ബറേലി അമേത്തിയും. ഇപ്പം അതും പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ തുരുത്തിൽ പോലും ഇവർക്ക് മിനിമം, ഇദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. ആ കോൺഗ്രസ് ഭരിച്ച പാർട്ടി ഇത് സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തും കോൺഗ്രസ് കൈവശം വെച്ച 2 മണ്ഡലത്തിൻ്റെ കഥയാണ് രാഹുൽ അമേത്തിയിൽ പറയുന്നത്. അങ്ങനെ പോലും രാജ്യത്ത് വികസനത്തിൻ്റെ തരിമ്പ് പോലും, വികസനം വേണ്ട, അവിടെയുള്ള ജനങ്ങളുടെ ജീവിത സൂചികയൊക്കെ എങ്ങനെയാണ്? ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, നഴ്സുമാരും മിഡ്വൈഫുമാരുമാണ് അവിടെ മൊത്തം ഗൈനക്കോളജി കൈകാര്യം ചെയ്യുന്ന പറയുന്നത്. അവിടെ ചെന്ന ആളുകൾ വയനാടുമായിട്ട് താരതമ്യം ചെയ്യും. വയനാട് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തുള്ളൊരു ജില്ലയാണല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. വയനാടും അമേത്തിയും തമ്മിലൊരു താരതമ്യം നടക്കട്ടെ. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ല താല്പര്യം. ഏത് വിധേനയും എന്ത് ഗിമ്മിക്ക് കാണിച്ചും ആരെ പ്രീണിപ്പിച്ചും ജയിച്ചു കളയാം. അതിന് BJP ആയാലും കുഴപ്പമില്ല, ഏത് കൊടി പിടിച്ചാലും കുഴപ്പമില്ല എന്ന മട്ടിലേക്ക് കോൺഗ്രസ് എത്തിയതിൻ്റെ ദുരന്തവും കൂടിയാണ് ഇപ്പോൾ പുരുഷോത്തമനൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പറയുമ്പോൾ അൺഒപ്പോസ്ഡ് ആയിട്ട് പോകുന്നത്. ഭരണഘടനാ സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചെറുക്കണ്ടേ, നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? അതിനുപോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് ആർജവമില്ല. നിങ്ങൾ പശു എന്താ പറയേണ്ടത്, പശുവിനെ കൊല്ലുന്നത് ദേശദ്രോഹ കുറ്റമാക്കുന്ന മധ്യപ്രദേശിൻ്റെ പ്രതിനിധികൾ നിങ്ങൾ തന്നെയല്ലേ, കോൺഗ്രസ് തന്നെയല്ലേ അവിടെ?
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴാണോ ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം, ആ മതനിരപേക്ഷതയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യത്തിലേക്ക്, ഗാന്ധിജിയുടെ പാരമ്പര്യത്തിലേക്ക് വല്ലപ്പോഴും തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസ് തയ്യാറാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് BJP ആർജവത്തോടെ എതിർക്കാൻ കഴിയും. ശ്രീ PS സലീം പറയൂ, കൃത്യതയുള്ളതല്ല കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കെന്നും ഒരു ലക്ഷ്യം മോദിയെ ഒഴിവാക്കുക, മോദിക്കെതിരായ നിലപാടാണെങ്കിൽ അതൊരു രാഷ്ട്രീയമായ ശക്തമായ വിഷയമായി ഇതിനോടകം രാജ്യമാകെ പടർന്നു പിടിക്കുന്നതിൽ കോൺഗ്രസ് പിന്നോക്കമാണ് എന്ന് പറയാതിരിക്കാനാകില്ലല്ലോ. നോക്കൂ, പുസ്തകങ്ങൾ വരെ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളിൽ നിന്നും കാര്യങ്ങൾ മാറിപ്പോകുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മത്സരമൊക്കെ വരുന്നു. വയനാട്ടിൽ എവിടെയാണ് BJP എന്നും RSS എന്നും ഇതിനോടകം വളരെ ശക്തമായ ചോദ്യങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. അതൊക്കെ മാറ്റി നിർത്താം. ഇനിയിപ്പോൾ അതൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ലീഗിന്റെ ഒക്കെ പ്രീണനത്തോടു കൂടി ജയിക്കാൻ വരുമ്പോൾ BJP ഏറ്റവും തന്ത്രപരമായി പറയാൻ കഴിയുന്നതിനോടകം പറഞ്ഞും കഴിഞ്ഞു. മറ്റ് ന്യൂനപക്ഷ പ്രീണനം നടത്തി BJPക്കെതിരെ നിൽക്കാമെന്ന മോഹവുമായി പോയിട്ടുണ്ട്. ഇതിനൊക്കെ അവസരം കൊടുത്ത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മാറി ചർച്ചകളുടെ ഒരു പുകമറയാണ്. അപ്പോഴാണ് ഈ പുസ്തകങ്ങളൊക്കെ തടഞ്ഞു വെക്കപ്പെടുന്നത്. PS സലീം, ഇതൊന്നും സാധാരണക്കാരന്റെ അടുത്ത് എത്തുന്നതുമില്ല. മോദിയെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് PS സലീം മനസ്സിലാക്കിയത്? അല്ല, ഞാൻ മനോജ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. മനോജ് പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായി ഇന്ത്യ രാജ്യത്തൊരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടു എന്ന ധ്വനിയാണ് അദ്ദേഹത്തിന് വാക്കുകളുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ പാർലമെന്റിന് പുറത്ത് രാഹുൽ ഗാന്ധി നയിച്ച പോരാട്ടങ്ങൾ, അത് മനോജിന് പ്രത്യയശാസ്ത്രപരമായ ആഭിമുഖ്യമുള്ള CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കും കരുത്ത് പകർന്ന പോരാട്ടമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മനോജ് സൂചിപ്പിച്ചു, പ്രിയങ്ക ഗാന്ധി ഗംഗയിലൂടെ യമുനയിലൂടെ പോകുന്നത് മൃദു ഹിന്ദുത്വമാണെന്ന്. ഞാൻ മനോജിന് ചരിത്രം അറിയാമല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല, ദൈവവിശ്വാസിയായിരുന്നില്ല. പക്ഷെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിതാഭസ്മം ഗംഗയിലും യമുനയിലൂടെ ഒഴുക്കണം എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി വെച്ച അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ അദ്ദേഹം പറഞ്ഞത്, അത് ഞാൻ വിശ്വാസിയായതുകൊണ്ടല്ല, ഗംഗയും യമുനയുമായി ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള വികാരപരമായ ബന്ധം അത് എന്നിലുമുണ്ട് എന്ന് ഒരു കാരണം വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് മതവിശ്വാസിയല്ലാത്ത, ദൈവവിശ്വാസിയില്ലാത്ത, മനുഷ്യസ്നേഹിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗംഗയോടും യമുനയോടും പുലർത്തിയ ഒരു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വകാര്യമായി അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ വികാരമാണ് ഗംഗ യമുനയും നമുക്കറിയാം. ഇവിടെ പ്രിയങ്ക ഗാന്ധി യമുനാ നദിയിലൂടെ ഗംഗാ നദിയിലൂടെ യാത്ര ചെയ്താൽ ആ യാത്രയെ പോലും ലഘൂകരിച്ച് കാണുന്ന, അതിന്റെ ലക്ഷ്യം പോലും, അത് പകർന്നു നൽകുന്ന സന്ദേശം പോലും പരിവേഷം ചേർത്താനുള്ള ഈ സ്ഥിരമില്ലാത്ത യാത്രകളും സ്ഥിരമില്ലാത്ത വേഷങ്ങളും സ്ഥിരമില്ലാത്ത പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സംശയദൃഷ്ടിയിൽ തെറ്റു പറയാനൊന്നും പറ്റില്ല. PS സലീം, ഒറ്റയടിക്ക് ഇല്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നെഹ്റുവുമായി എങ്ങനെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ താരതമ്യം ചെയ്യപ്പെടും PS സലീം? ഇല്ല, ആ പൈതൃകമാണ് ഇന്നും കോൺഗ്രസിനെയും പ്രിയങ്കയെയും രാഹുലിനെയും സോണിയാഗാന്ധിയൊക്കെ നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതേ വിഷയം തന്നെയാണ് പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണെന്ന് രാഹുൽ ഗാന്ധി എത്രയോ കൃത്യമായി പറഞ്ഞു. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായി കൃത്യമായി ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ കണ്ണിയാവാനാണ് ഞാൻ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമ്പോൾ AK ആന്റണി പറഞ്ഞ ആ ഒരു കൃത്യമായ ഒരു ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയും സവിശേഷതയും കർണാടകയും തമിഴ്നാടും കേരളവും അതിര് പങ്കിടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മിനിയേച്ചറായ കൃത്യമായ പരിച്ഛേദമായ വയനാട് ആദിവാസികള്, ദളിതര്, മതന്യൂനപക്ഷം
ഇതൊക്കെ ഇടകലർന്ന് നിൽക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കൃത്യമായ പരിച്ഛേദമാണ് വയനാട് പാർലമെന്റ്. അത് മനസ്സിലാക്കാനുള്ള, അത് കാണാനുള്ള കണ്ണ് കേരളത്തിലെ CPM-നും പിണറായി വിജയനും സീതാറാം യെച്ചൂരിക്കും ഇല്ല എങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ നിലപാടിന്റെയോ ഏതായാലും ആ കണക്കുകൾ പക്ഷേ പരിശോധിക്കുമ്പോൾ പിണറായിയുടെയും യെച്ചൂരിയുടെയും കണ്ണിലൂടെ അല്ല. ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഇപ്പോൾ ഇല്ലാത്ത ഒരു സംഘടനാ സംവിധാനം എങ്ങനെ വളരെ പെട്ടെന്ന് കെട്ടിപ്പടുക്കപ്പെടുമെന്നത് കൗതുകത്തോടെ തന്നെ എല്ലാവരും നോക്കിയിരിക്കുകയുമാണ്. ശ്രീ സലീമിലേക്ക് എത്താം. ശ്രീ പുരുഷോത്തമൻ, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ആർക്കൊപ്പം എന്ന് മാത്രമേ ഈ ന്യൂസ് ആൻഡ് വ്യൂസിന് ചോദിക്കാനാകൂ. ഇന്ന ആൾക്കൊപ്പമെന്നോ ഇന്ന പക്ഷത്താണെന്നോ ഒരിക്കലും പറയാനാകില്ല. കാരണം അത് ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നിരാശയോടുകൂടി തന്നെ ഓർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നറിയാമോ പുരുഷോത്തമൻ? ഈ ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങളും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞുള്ള ചർച്ചകളും അതിനു പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിലയിലേക്കുള്ള വർത്തമാനങ്ങളെ ഇല്ലാതാക്കലും ഒക്കെ ചർച്ചയാകില്ലേ പുരുഷോത്തമൻ? അതിൽ നിന്ന് അത്ര പെട്ടെന്ന് മാറി നിൽക്കാൻ ഈ സ്വാധീനങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകുമോ പുരുഷോത്തമൻ? പ്രിയപ്പെട്ട സുഹൃത്തുക്കള് സലീമും മനോജും പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു. ഈ സലീമും മനോജും പറയുന്ന കാര്യങ്ങൾ കേട്ടു. അവിടെ ഈ അഴിമതിക്കഥകളും അടിച്ചമർത്തലുകളും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നെഹ്റുവിൻ്റെ കാലം മുതൽ നരസിംഹറാവു വരെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അഴിമതിക്കഥകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇത് ജനങ്ങളാരും കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടില്ല, അവർക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ അഴിമതി കഥകളുടെ ഒരു പട്ടിക നമ്മളെ നിരത്തി വെച്ചാൽ കേവലം ഒരു റഫേൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കഥകൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് ഞാൻ ഇവരോട് രണ്ടുപേരും ചോദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കോടതിയിൽ നിൽക്കുന്ന കാര്യം ആണ് എന്നുള്ളത്. എൻ രാമ ഒരു പത്രപ്രവർത്തകനല്ല, പത്രമുതലാളിയാണ് എൻ രാം. എൻ രാമ മോഷ്ടിക്കപ്പെട്ട സാധനം എടുത്തുകൊണ്ട് ബുക്ക് എഴുതിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളോ അവിടെ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും പരിശോധിക്കല്ല. അദ്ദേഹം തിരിച്ച അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. കള്ളത്തിന് കൂട്ടി നിന്ന ആളാണ്. അദ്ദേഹം മോഷ്ടിച്ചെടുത്ത സാധനം, അദ്ദേഹം ചെയർമാനാണ്, ഹിന്ദുവിൻ്റെ ചെയർമാനാണ്, മുതലാളിയാണ്, പത്രമുതലാളിയാണ്, പത്രപ്രവർത്തകനല്ല. മനോജ് പത്രപ്രവർത്തകനാണ്, ഞാനും പത്രപ്രവർത്തകനാണ്. പക്ഷെ എൻറാം പത്രപ്രവർത്തകനല്ല. എന്താണ് അവസാന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്? ഈ കഴിഞ്ഞ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങളും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും വഴിമാറുക എന്നുള്ളത് ദുരന്തപൂർണമായി ചിത്രീകരിക്കുകയാണ്. ഇവിടെ ഈ മനോജ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മിക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഈ ഫാസിസത്തിന് എതിർക്കുന്ന നേതാവിനെ പപ്പു എന്ന് വിളിക്കാനും ദേശാഭിമാനിയുടെ മഷി ഉപയോഗിച്ചു എന്നുള്ള കൂടി ഈ ചർച്ചയിൽ, ഈ പോരാട്ടത്തിനിടയിലെ ഒരു വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. പപ്പു എന്ന പേര് BJP ഉപയോഗിച്ചതാണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ അത്തരം വാക്കുകൾ ഉപയോഗിച്ചോ അധിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയത് ശ്രീ മനോജിന്റെ ദേശാഭിമാനിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇവിടെ കർഷക ആത്മഹത്യകളെ കുറിച്ച് പറഞ്ഞല്ലോ. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 350 കർഷകർ ആത്മഹത്യ ചെയ്ത ജില്ലയാണ് വയനാട്.
ആ ആത്മഹത്യ വരാനുണ്ടായ കാരണം അവിടുത്തെ കാർഷിക തകർച്ചയാണ്. ആ കാർഷിക തകർച്ച വരാനുണ്ടായ കാരണം നിങ്ങളുടെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലം മുതൽ, മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന കാലം മുതൽ ഇങ്ങോട്ട് നടപ്പാക്കിയ തെറ്റായ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ്. ആ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും കോൺഗ്രസ് സംഭാവനകളെ കുറിച്ചും കൃത്യമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ രാഹുലിന്റെ, ഞങ്ങൾ പപ്പൂന്നൊന്നും വിളിക്കുന്നില്ല, രാഹുലിന്റെ വരവ് കൃത്യമായി കാരണമാകും എന്നതിൽ ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച അതിന്റെ അത് അവസാന കാണാം. ഘട്ടത്തിലേക്ക് അല്ല, അത് കാണാം. അത് കാണാം. റഫേൽ വെളിപ്പെടുത്തൽ വിഷയമാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. പുസ്തക പ്രകാശനം ചട്ടലംഘനം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഈ വൈരുദ്ധ്യം ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്നതാണോ എന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയായിരുന്നു. ചർച്ചയുടെ പല ഘട്ടങ്ങളിലും അത്തരം ആശങ്ക സാക്ഷ്യപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും അടക്കം ജനാധിപത്യ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ, ചർച്ചയാകപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ സൈന്യത്തിനെ മോദിയുടെ സേന എന്ന് പരാമർശിക്കുന്ന ഘട്ടമുണ്ടായി. ഇന്ന് ഒരു ഗവർണർ ഇനിയും മോദി സർക്കാർ അധികാരത്തിൽ വരണം എന്ന് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഫേൽ ദ സ്കാം ദാറ്റ് റോക്കറ്റ് ദ നേഷൻ എന്ന പുസ്തകവും അത് തടയപ്പെടുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക ചെറുതല്ല. സാധാരണക്കാർ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ എന്ന് മാത്രം ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നു. അതിഥികൾക്കെല്ലാം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകും.